ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ സ്കെഗ്നസിന് പോവുകയാണ്. നല്ലൊരു അടിപൊളി ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ഒരു 2 hours ഏകദേശം എടുക്കും അവിടെ എത്താനായിട്ട്. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 2 hour കൊണ്ട് ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഡേ ആയിരുന്നു. നല്ലൊരു അടിപൊളി കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോയിലേക്ക് പോകാം. കാലാവസ്ഥ വളരെ നല്ലതായത് കാരണം നമുക്ക് എല്ലായിടം തന്നെ കാണാൻ പറ്റി. ഇപ്പം കൊച്ചിനെയും കൊണ്ടൊക്കെ പോകുമ്പോൾ വളരെ പാടായിരിക്കും. പക്ഷേങ്കിൽ നമുക്ക് അധികം തണുപ്പും അധികം ചൂടും ഇല്ലാത്തൊരു കാലാവസ്ഥ കിട്ടി. അത് കാരണം നമ്മൾ എല്ലായിടം തന്നെ അവിടെ കറങ്ങി കാണാൻ പറ്റി. ഒരു ദിവസം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. ബീച്ചിലൊക്കെ അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർ നന്നായിട്ട് കളിക്കുന്നതൊക്കെ കാണാമായിരുന്നു. പിന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, കാറ്റാടി മരം അതിങ്ങനെ കടലിൻ്റെ നടുക്കാണ് ഇവിടെ UK ഇങ്ങനെ നാട്ടിയേക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ UK ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. ഒത്തിരി കാറ്റാടി മരങ്ങളിങ്ങനെ നാട്ടിയേക്കുന്നത് കാണാം കടലിൻ്റെ നടുക്ക്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. അവിടെ ഒത്തിരി റൈഡുകളുണ്ട്. കുട്ടികൾക്കാണെങ്കിലും കയറാനാണെങ്കിലും വലിയവർക്ക് കയറാനാണെങ്കിലും അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ഒത്തിരി റൈഡുകളുണ്ട്. അതുകൂടാതെ സിമ്പിളായിട്ടുള്ള റൈഡുകളുണ്ട്, ബോട്ടിംഗ് ഉണ്ട്. ഒരു ഡേ നന്നായിട്ട് വെള്ളമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് സ്കെഗ്നസ്. ഇത് അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു റൈഡാണ്. നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും ആളുകളൊക്കെ അതിലിങ്ങനെ തൂങ്ങിക്കയറുന്നൊക്കെ. അതുകൂടാതെ അവിടെ ഒത്തിരി ഗാർഡന്, പലതരത്തിലുള്ള റോസപ്പൂക്കൾ, ഒത്തിരി ചെടികൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി കറങ്ങി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്.
നമുക്കിങ്ങനെ ഓഫൊക്കെ കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി സ്പെൻഡ് ചെയ്യണം. അപ്പം നമ്മുടെ കുറേ സ്ട്രെസ്സ്, നമ്മുടെ ടെൻഷൻസൊക്കെ മാറി കിട്ടും. അവിടെ റൈഡുകൾ തന്നെയുള്ളൊരു സോണുണ്ട്. ആ സോണിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വലിയവർക്കുള്ളതുണ്ട്, കുഞ്ഞു പിള്ളേർക്കുള്ളതുണ്ട്, അങ്ങനെ ആർക്ക് വേണ്ട പലതരത്തിലുള്ള റൈഡുകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ ഈ കാണുന്ന റൈഡിൽ അവസാനം നമ്മൾ കയറി. മോളെയും കൊണ്ടാണ് കയറിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ രണ്ടായിട്ടാണ് കയറിയത്. നല്ലൊരു രസമുള്ള റൈഡായിരുന്നു. മോള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റൈഡിൽ കയറുന്നത്.
ദിവസം നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ തിരിച്ചു പോന്നു. ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും.